കാണാൻ പോകുന്ന കുടുംബശ്രീ ശാഖയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ ശാലിനി പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ അന്വേഷണമായി എത്തിയിരിക്കുകയാണ്. ഈ അന്വേഷണം ശാലിനി പൂർത്തിയാക്കുമ്പോൾ ശാലിനി മനസ്സിലാക്കുന്ന ചില സത്യങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ ശാലിനിയോ വിഷ്ണു രാഘവേട്ടനോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് സത്യഭാമയുടെ ഭാഗത്തുനിന്ന് ഇനി വരാൻ പോകുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാണുന്നതിന് വേണ്ടി തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നേരത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടൊക്കെ വലിയൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഇന്നലെ വീഡിയോ ഇടാൻ ഇച്ചിരി ഒരു അസൗകര്യം ഉണ്ട്, അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാത്രി തന്നെ വേറൊരു എക്സ്ട്രാ വീഡിയോയും കൂടെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശാലിനി പാലോട് മഹാദേവ ക്ഷേത്രത്തിലെ തിരുമേനിയോട് പ്രധാന പൂജാരിയോട് ഇങ്ങനെ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ശാലിനി ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, 9-ാം തീയതി എന്ന് പറയുന്ന ദിവസം ഇവിടെ ഈ അമ്പലത്തിൽ ഒരു വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു, എത്ര വിവാഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പൂജാരി പറയുന്നുണ്ട്, ഇല്ല മാഡം, അങ്ങനത്തെ ഒരു വിവാഹമൊന്നും ആ 9-ാം തീയതി നടന്നിട്ടില്ല. ഇനി തിരുമേനി എങ്ങാനും ഓർമ്മക്കുറവിൽ മറന്നു പോയതാണോ? പ്രായസഹജമായിട്ടുള്ള ഓർമ്മക്കുറവൊന്നും ഇതുവരെ എന്തായാലും ദൈവാധീനം കൊണ്ട് വന്ന് പിടിച്ചിട്ടില്ല. ഞാൻ അറിയാതെ ഈ അമ്പലത്തിൽ ഒരു ഇല പോലും അനങ്ങാറില്ല. കാരണം എനിക്ക് ഈ അമ്പലത്തിലെ എല്ലാ ഭാഗത്തും എന്തൊക്കെ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണെത്താത്ത ഒരു ഭാഗം ഈ അമ്പലത്തിൽ ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓർമ്മക്കുറവൊന്നും എനിക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുള്ളൂ. പിന്നെ അന്നേ ദിവസം എന്ന് പറയുന്ന ഒരു വിശിഷ്ട ദിവസമായിരുന്നു. കാരണം ആൾക്കാർ അവരുടെ ദോഷകർമ്മങ്ങൾ മാറ്റാനുള്ള പൂജയൊക്കെ ചെയ്യുന്ന ദിവസമായതുകൊണ്ട് അന്ന് അങ്ങനത്തെ കർമ്മങ്ങൾക്ക് വേണ്ടി വന്നവരല്ലാതെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ വിവാഹം എന്ന രീതിയിൽ ആരും ഇവിടെ വന്ന ഒരു അവസ്ഥ അന്നത്തെ ദിവസം ഇല്ലായിരുന്നു പറയോ. അപ്പോൾ ഇത് കേട്ട് ശാലിനിക്ക് അത്ര എന്താണ് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു വിശ്വാസം തോന്നില്ല. അപ്പം ശാലിനി എന്താണ് ആ നിൽക്കുന്ന കാണുമ്പം വേണമെങ്കിൽ മാഡത്തിന് എന്താണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പറയുമ്പോൾ അങ്ങനെ CCTV ദൃശ്യങ്ങൾ നോക്കാനാണ് ശാലിനി പോകും. അപ്പോൾ CCTVക്കകത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ഉള്ള ബാക്കിയുള്ള അമ്പലത്തിൻ്റെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താ മാഡം എന്തെങ്കിലും പ്രശ്നമാണോ? കാരണം കളക്ടർ അല്ലേ, കളക്ടർ ഇങ്ങനെ പരിശോധിക്കുമ്പം എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമെന്ന് എല്ലാം ടെൻഷൻ നോക്കുമ്പോഴത്തേക്കും ശാലിനി എന്താണ് ഭയങ്കര ടെൻഷനോടാണ് ആ 9-ാം തീയതിയിൽ ദൃശ്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം 9-ാം തീയതിയിൽ CCTV ദൃശ്യങ്ങൾ അമ്പലത്തിൽ സർവ്വദിക്കും നോക്കുവാണ്. അവിടെ ഒരു വിവാഹം പോയിട്ട് വിഷ്ണുവും കാർത്തിക പരിസരത്ത് വന്നതിൻ്റെ ഒരു അടയാളം പോലും ഒരു CCTV ദൃശ്യങ്ങളിനകത്ത് പോലും ഇല്ല. അപ്പോഴത്തേക്ക് എല്ലാവരും നോക്കിയിട്ട് ചോദിക്കുവാണ്, മാഡം നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഞാൻ നോക്കിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി ആ അമ്പലത്തിൽ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവുകയാണ്. എന്താണ് പുറത്ത് വരുമ്പോഴത്തേക്കും ഒരു സന്തോഷവും സമാധാനമൊക്കെയാണ്. ഉടൻ തന്നെ ശാലിനി തൻ്റെ കൂടെ പിറപ്പായ ശ്യാമയെ വിളിക്കുകയാണ്. കാരണം ശ്യാമയാണല്ലോ ഈ അമ്പലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിൻ്റെ ഒരു കാര്യം. അതുപോലെ തന്നെ കാർത്തിക് ഇപ്പം മധുശ്രീനെ കാണാൻ വേണ്ടി പുറത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞു. ശ്യാമ ഇപ്പം നല്ലൊരു ഉപകാരിയായി തന്നെ മാറുവാണ്. അപ്പോൾ ശ്യാമയെ വിളിച്ചിട്ട് പറയുകയാണ്, ശ്യാമേ ഒരു കാര്യം അറിയാമോ, അതായത് വിഷ്ണു ഏട്ടൻ്റെ കല്യാണം നടന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം ഞാൻ തന്നെ പാലോട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ സർവ്വ CCTV ദൃശ്യങ്ങൾ നോക്കി, ഇവിടെ പൂജാരിയോട് സംസാരിച്ചു. അപ്പോൾ ആരും എന്താണ് പറയുന്ന എല്ലാ കാര്യങ്ങളിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റൊരു കാര്യം, വിഷ്ണു ഏട്ടൻ കാർത്തിക വിവാഹം കഴിച്ചില്ല. പക്ഷെ നമുക്ക് ഇനി മനസ്സിലാത്തൊരു കാര്യം, വിവാഹം നടന്നിട്ടില്ലാത്ത വിഷ്ണു ഏട്ടൻ എന്തുകൊണ്ടാണ് കാർത്തിക വിവാഹം കഴിച്ചു എന്ന് എല്ലാവരുടെ മുന്നിലും അങ്ങനത്തെ ഒരു അടവ് പറയേണ്ടി വരുന്നതിൻ്റെ ഒരു കാര്യമൊന്നും എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. അതിൻ്റെ പിറകിൽ എന്തോ ഒരു സ്ട്രോങ് ആയ റീസൺ ഉണ്ട്. അതെന്താണെന്ന് നമുക്കറിയണം. പോരാ തന്നെ ഈ കാർത്തിക ഇവൾ ആരാണ്, ഇവൾ എവിടുന്നാണ് വന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അപ്പോഴത്തേക്കും ശ്യാമ പറയുന്നുണ്ട്, ആ കാർത്തിക അവളൊരു പെരും കള്ളിയാണ് ചേച്ചി, കുഞ്ഞേച്ചി അവളൊരു പെരും കള്ളിയാണ്, അവളെപ്പോലത്തെ ഒരു കള്ളി ആരില്ല എന്നൊക്കെ കാർത്തികയെക്കുറിച്ച് ഈ ശ്യാമ കുറ്റം പറയുന്ന ഒരു ടോണിലേക്ക് കേൾക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ആ ശ്യാമ ഞാൻ നിന്നോട് ഒരു കാര്യം പ്രത്യേകം പറയാം, ഞാൻ ഇതിപ്പം നിന്നെ അറിഞ്ഞതും ഈ സന്തോഷം നിന്നോട് അങ്ങ് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നീ ഒരു കാര്യം അറിഞ്ഞ് ഈ ഒരു ഭാവമോ അല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ചൊരു സംസാരമൊന്നും നീ വിഷ്ണുവേട്ടനോട് ചോദിക്കാനൊന്നും പാടില്ല. പോരാത്തതിന് നീ ഇത് അറിഞ്ഞതായിട്ടൊരു ഭാവമേ നീ കാണിക്കാൻ പോലും പാടില്ല. നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല, നമുക്കറിയണം ഇവരെന്തിനാണ് ഇങ്ങനത്തെ ഒരു നാടകം കളിച്ചതെന്ന് നമുക്കറിയണം. അതിനുമ്പോൾ തന്നെ ഈ കാർത്തിക ആരാണ്, എവിടെ നിന്നാണ് ഇവൾ വന്നതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ പറയാതെ നീ അവളെ കയറി അവളുടെ നേരെ കയറി ചാടാനോ അവളായിട്ട് പ്രശ്നം ഉണ്ടാക്കാനോ വഴക്കിനോ ഒന്നും നീ പോകില്ല എന്നൊക്കെ ശ്യാമയോട് പറയുമ്പോൾ, ഇല്ല കുഞ്ഞേച്ചി പറയാതെ തന്നെ ഒരു കാര്യം ചെയ്യത്തില്ല. പിന്നെ എന്താണ് എൻ്റെ നിയന്ത്രണമൊക്കെ വിട്ടു നിൽക്കുക, പക്ഷേ എന്തായാലും ഞാൻ അവളെ ഒന്നും ചെയ്യാൻ നിൽക്കത്തില്ല. കുഞ്ഞേച്ചി പറയാതെ, കുഞ്ഞേച്ചിയുടെ ഒരു കാര്യം ഞാൻ പറയാതെ ഞാൻ ഒന്നുമേ ചെയ്യത്തില്ല എന്ന് ശ്യാമ വാക്ക് കൊടുക്കുക. അപ്പോഴത്തേക്ക് എന്നാൽ ശരി ഞാൻ പോട്ടെ വന്നിട്ട് ശാലിനി ഫോൺ വെച്ചിട്ട് ശാലിനി നേരെ എന്താണ് ശാലിനി കാറിൽ കയറി അങ്ങ് പോവാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ സത്യഭാമ തെക്ക് വടക്ക് നടക്കുകയാണ്. ഈ സത്യഭാമ തെക്ക് വടക്ക് നടന്ന ഒരു കാര്യം ആലോചിക്കുന്നെങ്കിൽ അടുത്തൊരു കൊനഷ്ട് വരിക എന്നുള്ളതാണ് അതിൻ്റെ സൂചന. അപ്പം കൊണ്ടുവരുന്ന കൊനഷ്ട് മറ്റൊന്നുമല്ല, ശാലിനിക്കും വിഷ്ണുവിനും ഇട്ട അടുത്ത പാര തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ പാര ഇനി അടുത്ത എപ്പിസോഡ് ഇന്ന് രാത്രി ഇടുന്നു പറഞ്ഞില്ലേ, ആ പാര എന്ത് സംഭവിക്കുന്നുള്ളതും ഇന്ന് രാത്രി തന്നെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇന്ന് കാണാൻ ആരും മറക്കല്ലേ. രാത്രി ഏകദേശം ഒരു 8 മണി സമയത്തിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാം, നോക്കണേ. സത്യഭാമ തെക്ക് വടക്ക് നടന്ന് ആലോചിക്കുന്ന വലിയൊരു പാര ചിന്തിക്കുമ്പോഴും ആദ്യം മനസ്സിൽ കയറുന്ന ശാരദാമ്മയുടെ മുഖമാണ്. കാരണം ശാരദാമ്മ പറയുന്നില്ലേ, മോളെ ഇവർക്കൊന്നും എന്താണ് മനുഷ്യപ്പറ്റില്ലാത്ത ജന്മങ്ങളാണ്, നീ എന്തൊക്കെ ചെയ്തു കൊടുത്താൽ നന്ദി ഇല്ലാത്തവരാണ്, ഇവരോടൊന്നും നീ നിൻ്റെ സത്യസന്ധത ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല, വിശ്വാസം ഇല്ലാത്ത നീ
പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നമ്മക്കാണ് അനീതി ചെയ്തിരിക്കുന്നതൊക്കെ ശാരദാമ്മ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, ഇതൊക്കെയാണ് ഈ കീറി വരുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ അനീതി ചെയ്തോ, നിങ്ങൾ എനിക്ക് അനീതി ചെയ്തോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം ശാരദാമ്മ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോഴും ശാലിനിയുടെ കരഞ്ഞ മുഖം ഓർമ്മ വരുന്നില്ല. അതായത് ശാലിനി എന്താണ് വിഷ്ണുവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞതും അതിനോടൊപ്പം തന്നെ ശാലിനി തലകറങ്ങി വീണത്, സത്യമോൾ ഈ വീട്ടിൽ തന്നെ മകളാന്ന് പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ ഞാൻ നിന്നെ ആരതി എടുത്ത് സ്വീകരിക്കാം എന്നിട്ട് ഞാൻ നിനക്ക് കുറ്റിച്ചൂലെടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ചാണകവെള്ളം തളിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഈ സത്യഭാമയുടെ മനസ്സിൽ കയറി വന്നിട്ട് സത്യഭാമ എടുക്കുന്ന അടുത്തൊരു തീരുമാനമാണ് അത് ആ ഫോൺ വിളിക്കുവാണ്. ഞാൻ പണി തരാൻ എന്നിട്ട് ഫോൺ വിളിക്കുന്നത് വക്കീലിനെയാണ് വിളിക്കുന്നത്. വക്കീലിനെ വിളിക്കുന്നത് കാർത്തിക വിഷ്ണു കല്യാണം രജിസ്റ്റർ നടത്താനാണ് വിളിക്കുന്നത്. അതായത് കാർത്തികയുടെയും വിഷ്ണു വിവാഹം കഴിച്ചുള്ള കാര്യത്തിന് രജിസ്ട്രേഷൻ നടത്താനും മാരേജ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ, അതിനോടൊപ്പം തന്നെ എന്താണ് ശാലിനിയായിട്ട് ഒരു ബന്ധവും വിഷ്ണുവിനെ ഇനി കാണാൻ പാടില്ല എന്ന ഉറപ്പും കൂടെ വരുത്താനാണ് സത്യഭാമയുടെ ഈ ഒരു കളി. അപ്പം സത്യഭാമ വക്കീലിനെ ഇന്ന് തന്നെ വരാനാണ് പറഞ്ഞിരുന്നത്. അപ്പം വക്കീലിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വേണ്ടി സത്യഭാമ അസംബ്ലി വിളിച്ചു കൂട്ടുന്ന പോലെ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവിടെ ഇരുത്തുള്ളൂ. അപ്പോഴാണ് ശ്യാമ എന്താണ് സത്യഭാമയ്ക്ക് ചായ കൊണ്ടുവന്നത്. നീ ചായ ഒന്നും കൊണ്ടുവരണ്ട, നീ ഇതാ ഇവിടെ ഇരിക്കുന്നു പറയുമ്പം രാഘവേട്ടൻ നോക്കി, ഇവക്ക് എന്ത് പറ്റി, ഇവൾ ഇനി അടുത്ത എന്തോ കൊനഷ്ടൊപ്പിക്കാനുള്ള പരിപാടിയാണ്. രാഘവേട്ടനെ അപ്പോഴേ കത്തി. അപ്പോൾ രാഘവേട്ടൻ പറയും, നീ ഇനിയെങ്കിലും ഈ പരിപാടിയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഭാമ, നീ ഇനിയെങ്കിലും ഒരു കുടുംബിനിയായിട്ട് ജീവിക്കാൻ നോക്കുക, അതിനകത്തെങ്കിലും നീ ഒരു വിജയം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഈ ഭാമയ്ക്ക് ഈ കുറ്റം പറയുന്നത് മാത്രം സൂഹിക്കത്തില്ലോ. കാരണം ഈ കുറ്റമൊക്കെ രാഘവേട്ടൻ ആദ്യ കാലത്തിലേ പറയേണ്ടതായിരുന്നു. ആ പറയാത്തതിൻ്റെ കൊനഷ്ടാണ് ഇന്ന് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോഴത്തേക്ക് രാഘവേട്ടൻ പറയുമ്പോൾ ഇതൊന്നും കേൾക്കാതെ നിൽക്കുമ്പം നിങ്ങളെല്ലാവരും ഒന്നും കാത്തിരുന്നാൽ മതി, ഇന്ന് ഇവിടെ ഒരു പ്രധാനമായ തീരുമാനം എടുക്കുന്നതാണ്. അപ്പം ശ്യാമ ആലോചിക്കും, ഇനി അടുത്ത എന്താണോ തീരുമാനം സത്യാമ്മയാണ് ചിന്തിക്കുമ്പോഴത്തേക്കും രാഘവേട്ടൻ പറയുന്നുണ്ട്, നീ ആദ്യം നിലയ്ക്ക് നിൽക്കാൻ പഠിക്കും ബാമേ, നിനക്ക് അല്ലെങ്കിൽ തന്നെ നിനക്ക് വിവരമില്ലേ ബാമേ, അതെ നിൻ്റെ ഒരു മരുമോൾ ഇതേണ്ട നിന്നെ ഇങ്ങനെ താങ്ങാൻ വേണ്ടി നിൻ്റെ പിറകെ നടക്കുവാണ്, മറ്റൊരു മരുമോൾ ഇവിടെ ഒരു ജോലി എടുക്കുന്ന പോലും കാണാൻ പറ്റില്ല, നീ അപ്പം ഈ കാര്യത്തിനകത്ത് വേർതിരിവ് കാണിച്ചു തന്നത് ബാമേ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ പറയുന്നത്, തൽക്കാലം ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ വേറൊരു പ്രശ്നം ആദ്യം ഇവിടെ തീർക്കട്ടെ, എന്നിട്ട് മതി കുടുംബത്തിന് ചിട്ടയും വഴക്കങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് പറയുമ്പോഴത്തേക്കും വക്കീലിൻ്റെ എൻട്രിയാണ് നടക്കുന്നത്. അപ്പോൾ വക്കീലിൻ്റെ എൻട്രി കണ്ടിട്ട് കാർത്തിക് ആരാന്നൊന്ന് മനസ്സിലാകുന്നത്, കാർത്തിക് വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ ഹാപ്പിനെസ് ഒക്കെ ഇപ്പം തന്നെ അങ്ങ് മാറിക്കിട്ടും. കാരണം വക്കീലിനോട് പറയുന്നത്, ഞാൻ പറഞ്ഞ എല്ലാം കൊണ്ടുവന്നിട്ടില്ല എന്ന് സത്യാമ്മ ചോദിക്കുമ്പോഴത്തേക്കും വക്കീൽ പറയുന്നത്, എല്ലാം കൊണ്ടുവന്നിട്ട് സത്യാമ്മ, സത്യാമ്മ പറഞ്ഞ പോലെ തന്നെ ഇന്ന് തന്നെ മാരേജിൻ്റെ രജിസ്ട്രേഷൻ നടത്താവുന്നേ ഉള്ളൂ, ഒരു പ്രശ്നവും ഇല്ല. ഇതാണോ പെണ്ണ്? ഇതാ കാർത്തിക, ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവിൻ്റെ ഭാര്യ കാർത്തിക, എൻ്റെ മരുമകൾ, എൻ്റെ മൂത്ത മരുമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പറയുമ്പോഴത്തേക്കും രാഘവേട്ടൻ അങ്ങ് ചൊറിഞ്ഞു വരിക. വിഷ്ണുവിനോട് പറയുന്നുണ്ട്, വിഷ്ണു നീ അങ്ങോട്ടേക്ക് ഇരിക്കടാ, നീയും കൂടെ ഇരുന്ന് കേൾക്കാനുള്ളതാ. അപ്പോൾ ഈ സമയത്ത് ഭയങ്കര പേടിച്ച് വിറച്ചാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും കല്യാണം അമ്പലത്തിനകത്തല്ലേ നടന്നത്, അമ്പലത്തിൽ വെച്ച് നടന്ന കല്യാണം, അമ്പലത്തിൽ നിങ്ങൾ എന്തായാലും ഒപ്പിട്ടുണ്ടാവും. അപ്പം വിഷ്ണു പറയുന്നത് ഒപ്പിട്ടിട്ടുണ്ട് എന്ന രീതിക്ക് അത് വിഷ്ണു തലയാട്ടുമ്പോഴത്തേക്കും കാർത്തിക ഭയങ്കര പേടിച്ചിരിക്കും. കാരണം കല്യാണം രജിസ്ട്രേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഹർഷൻ എങ്ങനെ വിവാഹം കഴിക്കും എന്ന ടെൻഷനിൽ കാർത്തികയും കൂടെ നിൽക്കുമ്പോഴത്തേക്കും വിഷ്ണുവിനോട് ചോദിക്കണം ഏത് അമ്പലത്തിനകത്താണ് കല്യാണം. അപ്പം വിഷ്ണുവിന് അമ്പലത്തിൻ്റെ പേര് പോലും മറന്നുപോയി. കാരണം അന്ന് ഒരു ഫോഴ്സിനെ പറഞ്ഞ കള്ളത്തരമല്ലേ, ഇന്ന് എവിടെ നിന്ന് ഓർമ്മ. അപ്പം ലാസ്റ്റ് കാർത്തിക മോളെ നീ പറഞ്ഞാലും മതി എന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക അമ്പലത്തിൻ്റെ പേരത്തില്ല. ലാസ്റ്റ് രാഘവേട്ടൻ പറയുന്നത് പാലോട് മഹാദേവ ക്ഷേത്രം പറഞ്ഞ് ഇവൻ മറന്നു പോയെങ്കിലും എനിക്ക് നല്ല ഓർമ്മയെന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോഴത്തേക്കും സത്യം പറയുന്നത്, ഇത് കണ്ടില്ലേ ഇവിടെ ഈ വീട്ടിൽ ഉള്ളവർ തന്നെയാണ് പിറകിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുത്താൻ നിൽക്കുന്നത്. അത് സത്യമേ പ്രശ്നമൊന്നുമില്ല. അപ്പം അമ്പലത്തിനകത്തുനിന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൻ്റെ പേര് എനിക്കറിയാമല്ലോ, ഞാൻ അവിടെ പോയി എന്താണ് ഇവരുടെ വിവാഹത്തിൻ്റെ എല്ലാ കാര്യം രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നേക്കാന്ന് പറയുമ്പോഴത്തേക്കും അതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ചില പാടുകൾ നൂലാമാലയൊക്കെ ഉണ്ടല്ലോ. കാരണം ഇവൻ്റെ ഭാര്യയും കൂടെ സമ്മതിക്കണ്ടേ എന്ന് രാഘവേട്ടൻ പറയാം. ഭാര്യയോ എന്ന് എന്നിട്ട് ഈ വക്കീൽ പറയാം, അത് ഭാര്യ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേഗം ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ആയാലും മതി എന്ന് പറയുമ്പോഴത്തേക്കും ഈ സത്യം പറയാം, അയ്യോ അങ്ങനെയൊന്നും അല്ല കാര്യം വക്കീലേ, ഇവൻ അങ്ങനെ ഡിവോഴ്സ് ഒന്നും നടന്നിട്ടില്ല, ഡിവോഴ്സ് ഒന്നും നടന്നിട്ടില്ല വിഷ്ണുവിന്. അപ്പോഴത്തേക്കും വക്കീൽ പറയാം, അപ്പം ഡിവോഴ്സ് നടക്കാതെ എങ്ങനെ വിവാഹം? ക്രൈമാണ് സത്യം, ഈ ക്രൈമിനൊന്നും ഇനി കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ് ആദ്യ ഭാര്യ നിലവിൽ നിൽക്കുമ്പം അവളെ വിവാഹമോചനം പോലും കൊടുക്കാതെ തന്നെ മറ്റൊരു പെണ്ണിന് വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അതൊക്കെ വലിയ ക്രിമിനൽ ശിക്ഷാ കുറ്റത്തിനകത്താണ്. നമ്മുടെ ഇന്ത്യൻ നിയമം പ്രകാരം അങ്ങനത്തെ ഒരു രണ്ടാമത് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അതൊക്കെ വലിയ കേസാണ്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ പെണ്ണെങ്ങാനും തിരിച്ചു വന്ന ഒരു പേപ്പർ കൊടുത്താൽ അതോടെ തീരും. അപ്പോഴത്തേക്ക് വിഷ്ണു അതിൽ കയറി പിടിക്കുക, അമ്മേ കേട്ടില്ലേ ഇതൊക്കെ വലിയ പ്രശ്നമാണ്, പോരാ തന്നെ ശാലിനിയുടെ ഇന്നത്തെ പദവി വെച്ചിട്ട് ശാലിനി ഒന്ന് വിചാരിച്ചാൽ എന്നെ തൂക്കിയെടുത്ത് ജയിലിൽ ഇടാൻ പറ്റും, അതുകൊണ്ട് ഡിവോഴ്സ് ഒന്നും ഇപ്പം നടക്കത്തില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്താണ് അതിനകത്ത് ഉടായിപ്പിച്ച് കളിക്കാൻ നോക്കുമ്പോഴത്തേക്കും എന്താണ് വക്കീൽ പറയുന്നുണ്ട് എന്തോ ഒരു കൊനഷ്ടാന്നുള്ള കാര്യം. അപ്പം ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കാര്യം നടക്കത്തില്ല എന്ന് വക്കീലിൻ്റെ ഒറ്റ തീരുമാനത്തിലേക്ക് വരുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് രാഘവേട്ടൻ പറയുന്നത്, ഡിവോഴ്സ് ഒന്നും കാര്യമൊന്നും ആക്കണ്ട വക്കീൽ, ഇവിടെ സത്യഭാമയുടെ വീട്ടിൽ സത്യഭാമയാണ് കോടതി നിയമമൊക്കെ, അല്ലാതെ ഈ IPC സെക്ഷനൊക്കെ സത്യഭാമയുടെ വീട്ടിൽ ഒരിക്കലും വില പോകത്തില്ല. രാഘവട്ടെ എന്നെ ഒരുമാതിരി ചൊറിഞ്ഞുകൊണ്ട് വരല്ലേ വക്കീലെ എൻ്റെ ഭാഗം നിൽക്കുകയാണോ അതോ
അവളുടെ ഭാഗത്താണോ? ഞാൻ ആരുടെയും ഭാഗത്തൊന്നും അല്ല സത്യാമ്മ. പക്ഷേ ഇപ്പം നടന്നിരിക്കുന്ന ഒരു കാര്യം ലോയ്ക്ക് എതിരായുള്ള കാര്യമാണ്. ഈ ചെയ്തിരിക്കുന്നതിന് ഒരു ക്രിമിനൽ തെറ്റാണ്. കാരണം ഭാര്യ ഇന്നും നിലവിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പെണ്ണിന് വിവാഹം കഴിച്ചിരിക്കുന്നതിനകത്ത് നമുക്ക് ഡിവോഴ്സ് പോലും ഇല്ല. എങ്ങനെ ചെയ്യാൻ പറ്റും? വക്കീൽ ഇതിനൊരു പരിഹാരം പറഞ്ഞതാ, അല്ലാതെ എന്നെ കയറി നിയമം പഠിപ്പിക്കാനല്ല ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്ന് പറയുമ്പോൾ ലാസ്റ്റ് വക്കീൽ പറഞ്ഞു, സത്യാമ്മ എന്ത് വേണം ചെയ്യാം, മാരേജ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു പണി നടക്കത്തില്ല എന്ന് ലാസ്റ്റ് വക്കീൽ തികച്ചും പറയുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും വിചാരിക്കും, ആ അമ്മേ വക്കീൽ പറയുന്നില്ലേ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പം തന്നെ ഷാലിനോട് ഓടിപ്പോയി ചെന്നിട്ട് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ചോദിച്ചാലൊന്നും ഷാലിനി തരത്തില്ല. കാരണം പോരാതെ ഞാൻ കാർത്തിക് നേരത്തെ തന്നെ വിവാഹം കഴിച്ചെന്നുള്ള കാര്യമൊക്കെ ഷാലിനി അറിഞ്ഞതല്ലേ. അപ്പോൾ ഷാലിനി അങ്ങനെ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് തരത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒരു രമ്യതയെ പോകണം, അല്ലെങ്കിൽ ഷാലിനി എന്നെ തൂക്കിയെടുത്ത് ജയിലിടും. യോ എനിക്ക് പേടി അമ്മ എന്നൊക്കെ വന്ന് വിഷ്ണു അവിടെ ഭയങ്കര ഡ്രാമ കളിക്കുമ്പോഴത്തേക്കും സത്യം പറയാം, ആ ശരിയാ അവൾ എന്നും ചെയ്യാൻ മടിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സത്യാമ്മ ആലോചിച്ചു. ലാസ്റ്റ് സത്യാമ്മ പറയുവാണ്, ഇനി ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കാര്യം നടക്കത്തില്ല എന്നല്ലേ വക്കീൽ പറഞ്ഞത്. വക്കീൽ അത് എനിക്ക് വിട്ടേരെ. എൻ്റെ കയ്യിലേക്ക് വക്കീൽ എന്നാലും പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മ്യൂച്വൽ ഡിവോഴ്സിനുള്ള എല്ലാ പേപ്പറും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് വിഷ്ണുവും ആ പെണ്ണും കൂടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താണ് ഡിവോഴ്സ് നടന്ന് കിട്ടും എന്ന് പറയുമ്പം ആ പേപ്പർ ഇങ്ങ് വക്കീലെത്താന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുക. കാരണം സത്യഭാമ ഇനിയും ഈ പ്രശ്നം വിടാൻ തയ്യാറല്ല. ഡിവോഴ്സ് സർട്ടിഫിക്കറ്റിനുള്ള പേപ്പറും കൈ മേടിക്കുവാണ്. അപ്പോൾ ഇത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കും വിഷ്ണു എന്താണ്, അമ്മ എന്ത് പുകില ഒപ്പിക്കുന്നതാണ് വിഷ്ണുവിൻ്റെ ഭയങ്കര ഇഷ്ടം. അപ്പോഴത്തേക്ക് സത്യം പറയാം, അവളെ കൊണ്ട് ഞാൻ തന്നെ ഡിവോഴ്സിലേക്ക് ഒപ്പിടിപ്പിച്ചോളാം, അതിനൊക്കെ ഉള്ള മാർഗ്ഗമൊക്കെ എനിക്കറിയാമെന്ന് സത്യം പറഞ്ഞ് ആ പേപ്പറും കൈ മേടിച്ച് വെക്കുന്ന കണ്ട് വിഷ്ണു ഒക്കെ ഞെട്ടി നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് വക്കീലിനോട് പറയുകയാണ്, വക്കീൽ ഇനി ബാക്കി കാര്യമൊക്കെ എനിക്ക് തന്നെ വിട്ടേരെ, ഞാൻ ചെയ്തോളാം, എന്നെക്കൊണ്ട് പറ്റാത്തായിട്ടുള്ള കാര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡെന്ന് കാണിച്ച് നിർത്തുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നുണ്ട്, കമൻസ് ഷെയർസ് ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട. പോരാതെ ഇന്ന് 8 or 8:30 മണിക്കൂ നമ്മുടെ ചാനലിനകത്ത് വന്ന് അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണാൻ ആരും മറക്കണ്ട കേട്ടോ. ബൈ.